ശരി, റോഷിപാൽ കൂടി ചേരുന്നു. റോഷിപാൽ, ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞത് DCC അധ്യക്ഷന്മാർ പങ്കെടുക്കുന്നില്ല എന്നതാണ്. അൻവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി. പക്ഷേ അൻവറിനെ തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. ഒരു വിഭാഗത്തിന് മാത്രമാണോ ഇക്കാര്യത്തിൽ എതിർപ്പ്? UDF കൂട്ടായി എന്ത് തീരുമാനമായിരിക്കും കൈക്കൊള്ളാൻ പോകുന്നത്? വിനീത, PV അൻവർ MLA ചേർത്തു നിർത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും. കാരണം LDF-നകത്തു നിന്ന് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു. സംസ്ഥാന പോലീസിലെ ഒട്ടേറെ വിഷയങ്ങൾ അത് പുറത്തെത്തിക്കാൻ നിർണായകമായി പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ആയുധമാക്കി മാറ്റാം എന്ന അഭിപ്രായം കൂടുതൽ നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം 17-ന് തുടങ്ങുന്നു. ഈ നിയമസഭാ സമ്മേളനത്തിലും അതിന് പിന്നാലെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ നേട്ടമുണ്ടാക്കാൻ തരത്തുന്ന ഇടപെടൽ നടത്താൻ PV അൻവറിന് കഴിയും എന്ന വിലയിരുത്തലാണ് ഭൂരിഭാഗം നേതാക്കൾക്കും. KPCC അധ്യക്ഷൻ K സുധാകരനുമൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ അടക്കമുള്ള ഭൂരിഭാഗം നേതാക്കളും. പക്ഷേ വ്യത്യസ്ത അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. നേരത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചപ്പോൾ തന്നെ PV അൻവറിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിൻ്റെ അടക്കമുണ്ടായിരുന്നു. കാരണം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് PV അൻവർ തയ്യാറായി. അങ്ങനെയുള്ള അൻവറിനെ പരിഗണിക്കണമെന്ന അഭിപ്രായം. ഏതായാലും അങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോഴും UDF പ്രവേശനം സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയിൽ നിന്നും അവസാന നിമിഷം ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണം ഈ അഭിപ്രായ വ്യത്യാസമാണ്, ഒരാശയക്കുഴപ്പമാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അൻവർ പ്രതിപക്ഷ നിരയിലുണ്ടായാൽ അത് കൂടുതൽ കരുത്തു പകരും എന്ന അഭിപ്രായക്കാരാണ് കൂടുതൽ പാർട്ടിയിലുള്ളത്. ശരി, റോഷിപാലും അഷ്കർ അലി കരിമ്പയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.